അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിറ്റേന്ന് രാവിലെ നുസൈബ അതാ പെട്ടെന്ന് വീട്ടിലെ പണികളെല്ലാം കഴിക്കുന്നു. അടുക്കളയിലേക്ക് കയറി വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ ഉമ്മ അവളെ വിളിച്ചു. നുസി, മോളെ നുസി. ആ എന്താ ഉമ്മ? മോളെ, എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേ? അതൊക്കെ ഉമ്മ ആക്കും പോലെ എടുത്തുകൊണ്ട് എനിക്ക് എന്താ പണി? ഇല്ലമ്മ, ഞാൻ കുറച്ച് ദോശയും കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോറും അടുപ്പത്തിട്ട് എനിക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ മോളെ, അതൊക്കെ ഉമ്മ ആക്കും പോലെ ഇനി ഉണ്ടാക്കിക്കൊണ്ട് ബാക്കിയുള്ളതൊന്നും ചെയ്യണ്ട കേട്ടോ. ഉമ്മ, നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കി. നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങൾ എടുക്കപ്പോൾ തന്നെ അടുക്കളയ്ക്ക് എണീറ്റ് വരണ്ട. 2 ദിവസം റെസ്റ്റ് എടുക്കുമ്മ. പിന്നെ അതിലേറെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. അതൊന്നും സാരമില്ല മോളെ. നുസൈബ ചായയും കടിയും ഉണ്ടാക്കി പെട്ടെന്ന് മുറ്റമടിക്കാൻ പോകുന്നു. മുറ്റമടിച്ച് വന്ന് അകമൊക്കെ അടിച്ചു വാരി തുടക്കുവാൻ വേണ്ടി നിൽക്കുന്നു. മോളെ, അതൊക്കെ ഇനി കുട്ടികൾ ചെയ്തോളും. വേണ്ട മോളെ, കാണല്ലോ. അത് സാരമില്ല, ഞാൻ വേഗം അടിച്ചൊരു തുടച്ചാണ് പോയാൽ എനിക്കൊരു സമാധാനമാണ്. മറ്റേത് പണിയൊക്കെ ഇവിടെ ഇട്ട് പോയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവൾ ഉമ്മാക്കുള്ള ചായയും കടിയൊക്കെ എടുത്തു വെച്ചു. ഉമ്മ, ഭക്ഷണത്തിന് മുമ്പിലൊരു ഗുളിക കഴിക്കാനില്ലേ? അത് കുടിച്ചോളൂ. എന്നിട്ട് ഈ ചായ കുടിക്ക്. ചായ കുടിച്ചിട്ട് ഇനിയും കുടിക്കാണ്ട് ഗുളിക 3-4 മോളെ, അതൊക്കെ ഞാൻ കുടിച്ചോളാം. എൻ്റെ കുട്ടി വേഗം കുളിക്കാൻ പോയിക്കോളി. വേണ്ടമ്മ, ഇവിടെയും കൂടി തുടക്കട്ടെ. തുടച്ച് പോയാൽ പിന്നെ ഒരു സമാധാനമാണ്. മറ്റേത് ഇനിയിപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് എൻ്റെ മനസ്സിക്കൊരു ഇടങ്ങാറായിരിക്കും. മോളെ, അങ്ങനെയൊന്നും വേണ്ട. അത് സാരല്ലമ്മ. ഫൈസൽ ഖാൻ്റെ ഉമ്മാനെ അങ്ങനെ തന്നെ നോക്കിയിരുന്നത്. ഉമ്മാക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ലായിരുന്നു സത്യത്തിലും. മോളെ, അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്കന്ന് ക്ലാസ്സും കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പിന്നെ ക്ലാസ് അല്ലേ ഉമ്മ. അതിനെന്താ, ഞാൻ എന്നാലും ടൈമുണ്ടല്ലോ. ഉമ്മ ചായ കുടിച്ചോളി. എന്നിട്ട് ഈ ഗുളിക എടുത്ത് കുടിക്കണം കേട്ടോ. കുടിക്കാനുള്ള ഗുളികകളെല്ലാം നുസൈബ തന്നെ അത് എടുത്തു വെക്കുന്നു. ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ കുട്ടീൻ്റെ ഒരു കാര്യം, ഇവൾക്കല്ലെങ്കിൽ ആ കാര്യത്തിലും ഒരാളെ നോക്കുന്ന കാര്യത്തിലും ഒക്കെ വല്ലാത്തൊരു അറിവാണ്. ആരും പറഞ്ഞിട്ട് കൊടുത്തിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓളെ അമ്മായിമാക്ക് ഓളോട് ഇത്ര വലിയ ഇഷ്ടം. ഓളെപ്പോഴും ഇഷ്ടമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമല്ലോ. അതെ, അതിനൊന്ന് നോക്കിയതുകൊണ്ടായിരിക്കും. അന്ന് ഫൈസൽ വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നിന്നപ്പോഴും ആ ഉമ്മയാണ് ഓളിവിടെ കൊണ്ടുവന്നാക്കി തന്നത്. അവിടെ വെച്ച് കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. എങ്കിലും അതിന് സുഖമില്ലാതായപ്പോൾ എൻ്റെ കുട്ടി ഓടി അതിനെന്താ വെച്ചാൽ വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത്. അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴൊരു മനസ്സിൽ വല്ലാത്തൊരു ദയ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചെയ്യണ പോലെ തന്നെ എല്ലാവർക്കും പറ്റുള്ളൂ. നുസൈബ പെട്ടെന്ന് ബക്കറ്റിൽ വെള്ളവും ഒരു തുണിയും എടുത്തു വരുന്നു. മോളെ, അതൊക്കെ ഞാൻ ചെയ്തോണ്ട് മോളെന്നാ മോപ്പ് കൊണ്ടൊന്ന് തുടച്ചാൽ പോരെ? പെട്ടെന്ന് വേണ്ടമ്മ, അതുകൊണ്ടൊന്ന് തുടച്ചാലേ ചളി പോവില്ല. മോപ്പ് കൊണ്ട് തുടച്ചാലേ അതിങ്ങനെ 2 ഭാഗത്തേക്കും ഇങ്ങനെ നീങ്ങി ആകാന്നല്ലാതെ ഇതാകുമ്പോൾ ശീല കൊണ്ട് നമുക്ക് തുടച്ചെടുത്താൽ ആ ചളിയും പൊടിയൊക്കെ ഇങ്ങോട്ട് കിട്ടും. അപ്പോഴാണ് നമ്മളെ നിലയൊക്കെ നല്ല വൃത്തിയാകുക. പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ കിട്ടുന്ന വീട്ടുകാർക്കൊക്കെ നല്ലൊരു സുഖമായിരിക്കും ഇങ്ങനത്തെ ഒരു മരുവള കിട്ടുക എന്ന് പറഞ്ഞാൽ. ഉമ്മങ്ങൾ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്നാൽ വേഗം ചായ കുടിച്ചാണ്. ഗുളിക കുടിക്കാൻ സമയമായിക്കണല്ലോ. ഡോക്ടർ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് കേട്ടോ. എൻ്റെ കുട്ടീന്ന് നേരത്തെ ഒന്നും ചെയ്തിക്കണ്. അപ്പോൾ തുടങ്ങും പണിയാണ്. ഇപ്പോൾ ചോറായി, കൂട്ടാനായി, ഉപ്പേരിയായി. ഇനി മീൻ കിട്ടിയിട്ട് വേണം അതിനനുസരിച്ച്. മോളെ, എൻ്റെ മോളെ ഞാൻ മതി നിർത്തിപ്പോയിക്കുക. ഉമ്മ, കഴിഞ്ഞു. എവിടെയും കൂടി തുടച്ചിട്ട് ഞാൻ പോയിക്കോളാം. ഉമ്മ, നിങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ഇങ്ങോട്ട് അയച്ചു തന്നാളേ. ഞാനതൊക്കെ ഒന്ന് അലക്കിയിട്ടോളാം. എന്നിട്ട് തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ടാണ് പോവാലോ എനിക്ക്. മോളെ, എന്താ ഇങ്ങനെ മതി. ഇങ്ങനെ പണിയെടുത്താൽ അപ്പം എങ്ങനെ? അത് ശരിയാവില്ല. എനിക്ക് പഠിക്കാൻ പോലും വീട്ടിലത്തെ പണിയെടുക്കലും എല്ലാം കൂടി നടക്കൂല. ഉമ്മ, നിങ്ങളുടെ ഡ്രസ്സ് ഒന്ന് ഊരി തന്നാളേ. ഞാനത് വേറൊരു മാക്സ് ഇട്ടൊളിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒഴിവിനനുസരിച്ച് നിങ്ങൾ മേല് കഴുകിയാലൊക്കെ മതി. അങ്ങോട്ട് തരി. അതൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ ഇന്നലെ കൊണ്ടുവന്നതൊക്കെ കുറച്ച് ഞാൻ സർഫിലിട്ട് വെച്ചിട്ടുണ്ട്. മോളെ, എൻ്റെ ഡ്രസ്സ് ഇന്നലെ രാത്രി ഇട്ടതല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാട്ടിക്കൊണ്ട് ഇപ്പോൾ എൻ്റെ കുട്ടി പോയിക്കോ. ഉമ്മ തേരി, മങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും നുസൈബ പുറത്തെ കല്ലിൽ വെച്ച് അതെല്ലാം അലക്കി എടുക്കുന്നു. അലക്കി വൃത്തിയായി ഒലുമ്പി അവിടെ തോരയിടുന്നു. നുസിയെ, എടി, എല്ലായിടത്തും ഉണ്ടല്ലേ ഇപ്പോൾ വാഷിംഗ് മെഷീന്? അതുണ്ടായാൽ കുറേയൊക്കെ ആശ്വാസമായിരിക്കും അല്ലേ? ഉമ്മ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് ഇഷ്ടമേ ഇല്ല. എന്താ അറിയില്ല. അതെന്താ കുട്ടിയെ? അത് ഉമ്മ, അവിടെ ഉണ്ടല്ലോ, ഇക്കാൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ എന്നോട് പറയും എപ്പോഴും വാഷിംഗ് മെഷീൻ കണ്ടിട്ടാലോ മോളെ ഡ്രസ്സ് എന്ന് പറയും. ഞാൻ പറയും, ഉമ്മ, വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ എത്ര അല്ല നമ്മൾ കൈകൊണ്ട് അലക്കണ ഒരു വൃത്തി കിട്ടൂല. പിന്നെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഈ നല്ലോണം അലക്കി
നല്ലോണം നല്ല ശുദ്ധജലത്തിൽ വെള്ളത്തിൽ ഒഴുകി മേലെക്കൂടെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വൃത്തിയായി തോരയിടണം. ആ ഒരു വൃത്തിയും കിട്ടൂല. അതെന്തായാലും ഡ്രൈനൊക്കെ ചെയ്ത് വരുമ്പോൾ അത് ആകെ ചുളിഞ്ഞ് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് കളറ് വരെ വേറെ ആകും. എന്താ അറിയില്ല, അതിൽ ഇടുന്ന എനിക്കൊരു താല്പര്യമില്ല. ഉമ്മ എപ്പോഴും എന്നോട് പറയും, മോളയക്കാൻ കണ്ട് ഇട്ടാളറിയും. ഞാനിൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സൊക്കെ പുറത്ത് എനിക്ക് അതാണ് ഇഷ്ടമുള്ളൂ. ഞാൻ പുറത്തുനിന്ന് കല്ലുമെന്ന് അലക്കി നല്ല വെയിലത്ത് തോരട്ട് ഉണക്കിയെടുക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു തൃപ്തിയാണ് ഉമ്മ, സത്യമായിട്ടും. മോളെ എന്നാലും അങ്ങനെയൊക്കെ പറയണ മരുക്കളെ കിട്ടണ തന്നെ വലിയ ഭാഗ്യം. വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു തന്നെയാണ്. അപ്പോഴേക്കും നുസൈബ കുളിക്കാൻ കയറി. അപ്പോഴേതാ ഉപ്പ അടുക്കളയിലേക്ക് വരുന്നു. എന്താ ഇപ്പം ഇജ്ജ് ഇവിടെ വന്നിരിക്കണേ? എന്നോട് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ? ആ, ഞാനൊന്നും എടുത്തിട്ടില്ലക്കാ. കണ്ടില്ലേ, മോളെന്നെ ഒക്കെ ചെയ്ത് കണ്ടില്ലേ, ചോറും കറിയും കൂട്ടാനൊക്കെ ആക്കി വെച്ച് മീൻ കിട്ടിയിട്ട് വേണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും അവൾ ഉണ്ടാക്കി വെച്ചിന്. ഇപ്പോൾ കണ്ട അകൊക്കെ അടിച്ചൊരു തുടച്ച് മുറ്റൊക്കെ അടിച്ച് അലക്കാള് അലക്കിയിട്ട് അത് അവൾ കുളിക്കാൻ കയറിയിരിക്കണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടി പാവം. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മളെ കുട്ടി ഒരിക്കലും ഒന്നിലും പെടൂല. ഓൾക്ക് നല്ല തന്നെ പഠിച്ചോൻ തരും. ഇങ്ങനെയൊക്കെ മാതാപിതാക്കളെയും സന്തോഷിപ്പിച്ചു, പിന്നെ പുതിയാപ്പളിൻ്റെ വീട്ടുകാരെ ഓലെ സന്തോഷിപ്പിച്ചു. ഇനിയിപ്പോൾ അതിലേറെ ഇപ്പം എന്താ, അങ്ങനെയൊക്കെ ഓള് ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും പഠിച്ചോ ഓളെ കുഴക്കൂല, എനിക്കറിയാം. കാരണം ഓൾക്ക് എല്ലാവർക്കും സഹായം ഓൾ ചെയ്യണ ഒരു പെൺകുട്ടി കൂടിയാണ്. അതുകൊണ്ട് നുസൈബ കുളി കഴിഞ്ഞിറങ്ങി. മോളെ എന്തിനപ്പോൾ രാവിലെ തന്നെ തല നനച്ചത്? ഉമ്മ, പണിയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളിപ്പോൾ രാവിലെ കുളിച്ച് പോകുമ്പോൾ ഒരു ഫ്രഷ്നെസ് അല്ലേ മോളെ? അതല്ലേ എൻ്റെ മുടി കണ്ടില്ലേ ആകെ ഇങ്ങോട്ട്. ഇനി അതൊക്കെ എപ്പോഴാണ് ഉണങ്ങി കിട്ടുക? എത്ര നല്ല കട്ടിയുണ്ട്, നല്ല ഉള്ളുമുണ്ട്, നീളമുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിട്ട് തല നനച്ചാൽ പോരേനോ? ഉമ്മ, എനിക്കൊരു സുഖം കിട്ടും കുളിക്കാതെ പോയാൽ. മോളെ ഇനിയിപ്പോൾ അതിൻ്റെ മേലാതും പിന്നെ ആ ഹിജാബും അതൊക്കെ ഇട്ട് കെട്ടി കൂട്ടി പോകേണ്ട, നീരിറങ്ങും. ഇങ്ങോട്ട് കാട്ടിക്കാൻ്റെ മുടിയൊന്ന് ഞാൻ ഒന്ന് ബാക്കൊന്ന് തോർത്തി തരാം. ഇങ്ങോട്ട് വെള്ളം കണ്ടില്ലേ ഒലിക്കണേ? ഉമ്മ, നിങ്ങൾ ഇന്ന് തോർത്തി തരണ്ട. നിങ്ങൾ ഇതുവരെ എനിക്ക് തോർത്തി തന്നീനല്ലോ, ഇപ്പോൾ വേണ്ട, ഇനി ഒന്ന് അവിടെ റെസ്റ്റ് എടുത്തോളി. അപ്പോഴേക്കും നുസൈബയുടെ ഉപ്പ അങ്ങോട്ട് വന്നു. തെരി മോളെ ആ തോർത്ത്, ഇപ്പോൾ തോർത്തി തരാം, തെരി. ഉപ്പയുടെ മുമ്പിൽ കൊച്ചു കുട്ടിയെ പോലെ അതാ നുസൈബ് നിൽക്കുന്നു. അല്ലെങ്കിലും പിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് തൻ്റെ പെൺമക്കൾ അതെന്നും കുട്ടികളെ പോലെ തന്നെയായിരിക്കും, ചെറിയ മക്കളെ പോലെ. ആ ഒരു സ്നേഹവും ലാളനയും എപ്പോഴും ഉപ്പമാർക്ക് ഉണ്ടാവുകയും ചെയ്യും. നുസൈബ അതാ റൂമിലേക്ക് മാറ്റുവാൻ വേണ്ടി പോകുന്നു. അവൾ താഴെ കോട്ടൻ്റെ ചുരിദാറും മുകളിൽ പർദ്ദയും ഹിജാബുമാണ് ധരിക്കാറുള്ളത്. അവളുടെ മുടി 3 മടക്കാക്കിയിട്ട് അവൾ ചുറ്റി കെട്ടിവെച്ചു. അല്ലെങ്കിൽ അത് ബാക്കിലൂടെ കാണും. അതുകൊണ്ട് തന്നെ അവൾ നല്ല ഭദ്രമാക്കി തന്നെ അത് കെട്ടിവെക്കും. അവളുടെ ആ മനോഹരമായ കണ്ണുകളിൽ അല്പം അവൾ സുറുമ എഴുതി. ഉമ്മ ചോദിച്ചു, അല്ല നുസിയെ, കൺമഷി ഇടലും ഐലൈനർ ഇടലും സുറുമ ഇടലൊന്നും പതിവില്ലായിരുന്നല്ലോ, ഇപ്പോൾ കണ്ണെഴുതിയിട്ടൊക്കെയാണല്ലോ പോകുന്നത്. എന്താ നല്ല സന്തോഷമാണ് തോന്നുന്നല്ലോ? ഇമ്മ, അതൊന്നല്ല, എല്ലാവരും പറഞ്ഞു ഹിജാബ് ഇട്ട് ആ ഒരു കണ്ണുകളിൽ അല്പം ഐലൈനറോ അല്ലെങ്കിൽ കൺമഷിയോ സുറുമയോ എന്തെങ്കിലും വേണം. അപ്പോൾ ഏറ്റവും നല്ലത് സുറുമയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിടുന്നത്. ഉമ്മ, എൻ്റെ കണ്ണിന് ഇതിട്ടിട്ട് ചേരുന്നുണ്ടോ? മോളെ, നിൻ്റെ മനോഹരമായ വെള്ളാരം കണ്ണിൽ അത് എന്തിട്ടാലും തന്നെ ആ കണ്ണിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. മാഷാ അല്ലാ, എൻ്റെ കുട്ടിക്ക് പഠിച്ചോ നൽകിയതാണത്. ബാഗും കുടയും എടുത്തുകൊണ്ട് അതാ നുസൈബ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഉമ്മ, ഉപ്പ, പോയിട്ട് വരാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ ശ്രദ്ധിക്കണം കേട്ടോ. ഉമ്മാൻ്റെ വീണ്ടുമുള്ള ഉപദേശം. ആ ഉമ്മ. ഉപ്പ, നിങ്ങൾ ഇന്ന് എപ്പോഴാണ് ഇറങ്ങുന്നത്? മോളെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ചെല്ല്, ഇനി കുറച്ചും കൂടി ആ ഭാഗം തീർക്കാനുള്ളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണി അന്വേഷിക്കണം. അത് കഴിഞ്ഞു തുടങ്ങി. നുസൈബ ഇതാ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിനടുത്തേക്ക് നടന്നു പോകുന്നു. ഇന്ന് രാവിലെ തന്നെ തെളിഞ്ഞ ആകാശമാണ്. മഴേൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കുട ചൂടിയതുമില്ല. ഒരു പക്ഷേ പെട്ടെന്ന് മഴ വരും. അതുകൊണ്ട് അവൾ കയ്യിൽ തന്നെ പിടിച്ചിരുന്നു. ഇനിയിപ്പോൾ പെയ്യില്ല എന്ന് കരുതി അവൾ അത് ബാഗിലേക്ക് വെക്കുന്നു. ആ ഒരു സമയം അതാ അവളുടെ മുമ്പിലൂടെ ഒരു വലിയ വണ്ടി പാസ് ചെയ്യുന്നു. എന്നാലും ലക്ഷറി വണ്ടിയിൽ വരാനൊക്കെ ഇപ്പോൾ ഇവിടെ ആരാ എന്ന് വിചാരിച്ചു. അവൾ മുന്നോട്ട് തന്നെ നടന്നു. അപ്പോഴതാ കുറച്ചപ്പുറത്തായി ആ വണ്ടി ബ്രേക്ക് ഇട്ടിരിക്കുന്നു. നുസൈബ ഒന്നുകൂടി ഹിജാബ് ശരിയാക്കി. അതെ, അവൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നു. നുസൈബ അടുത്തെത്തിയപ്പോൾ ആ വണ്ടിയുടെ സൈഡ് ഗ്ലാസ് അതാ താഴേക്ക് നീങ്ങുന്നു. മോളെ, ഒരു വിളി. ആ, ആരാണ്? മോളെ, നിനക്കറിയില്ലേ എന്നെ? ഇല്ല. എനിക്ക് ഓർമ്മയില്ല.
ഓർമ്മയില്ലേ എൻ്റെ മുഖത്തേക്ക് മോളെ ശരിക്കൊന്ന് നോക്കിയേ ആരാ ഞാനെന്നുള്ളത്? അത് നുസൈബയുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഉപ്പ അവരുടെ തറവാട്ടിൽ പണിയെടുക്കാൻ പോയത് കൊണ്ട് തന്നെ അറിയുമായിരുന്നു. അത് ഹുസൈനാജി. ആ ഹുസൈനാജി അല്ലേ? അതേ മോളെ, മോള് കയറിക്കോ വണ്ടിയില്ലേ, മോളെ ഞാൻ കൊണ്ടുവിടാലോ, കയറ്. ഏയ് വേണ്ട, അത് ബസ് ഇപ്പോൾ വരുമല്ലോ, ഇതാ ബസ് സ്റ്റോപ്പ് തൊട്ടടുത്ത് തന്നെ, കുറച്ച് നടന്നാൽ പോരെ. കയറിക്ക മോളെ, നീ എന്തിനാ ഭയപ്പെടുന്നത്? മോള് കയറിയിട്ട് അവിടെ കൊണ്ടുവിടാളോ? മോളെ സ്കൂൾ എവിടെയാണ്, കോളേജ് എവിടെയാണ് പറഞ്ഞാൽ മതി, ഞാൻ ഏതായാലും വഴിക്ക് അങ്ങോട്ട് പോവാണ്. വേണ്ട വേണ്ട ഇക്ക വേണ്ട. അല്ല മോള് കയറിക്കോ. മോൾക്ക് ഫ്രണ്ടിലിരിക്കാൻ മടിയാണെങ്കിൽ ഇതാ എൻ്റെ നേരെ ബാക്കിൽ വന്നിരുന്നോ, കുഴപ്പമില്ല, ഞാൻ മോളെ കൊണ്ടാക്കി തരാം. കയറ് മോളെ. അതെ ഇക്ക വേണ്ട, അതാന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് ബസ് ഞങ്ങൾ കോളേജ് മുമ്പ് വരെ വരും, അതുകൊണ്ട് കയറുന്നില്ല. എന്താ മോളെ നീ ഇങ്ങനെ? എന്തിനാണ് എൻ്റെ മോള് പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? കയറിക്കോ, ധൈര്യമായി കയറിക്കോ, ഞാൻ കൊണ്ടുവിടാലോ. മോൾ എന്തിനാ ഭയക്കുന്നത്? കയറിക്കോ. അതെ ഹാജിയരെ, അത് വേണ്ട കേട്ടോ, ഞാൻ നടന്നു പോയിക്കോളാം, കുഴപ്പമില്ല. കയറിക്കോ മോളെ. എന്തിനാണ്? കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് പ്രശ്നം, ബുദ്ധിമുട്ട്, പ്രയാസം എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ. ഇല്ല എനിക്കൊന്നുമില്ല. എന്നാലും എന്താടി കയറാത്തത്? എന്താ നീ കയറാത്തത്? കയറിക്കോ. ഞാനിവിടെ നിനക്ക് വേണ്ടി ഇത്രയും ടൈം വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എനിക്കൊക്കെ അതിന് മാത്രം എല്ലാം ഉണ്ട്. എങ്കിലും നിങ്ങളോടുള്ള, നിങ്ങളെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. മോള് കയറിക്കോ. ഹാജിയരെ ഞാൻ പോവാണ്, എനിക്ക് ബസ്സിനുള്ള സമയമായി, ഇതാ ഇപ്പോൾ വരും ബസ്. എന്നാ കയറിക്കോ കുട്ടിയെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ വരെ ബസ്സിന് എന്തിനാ നീ കാത്തു നിൽക്കുന്നത്? അതിൽ കയറിയാൽ പോരെ. വേണ്ട കുട്ടിയെ, നിങ്ങൾ കഴിഞ്ഞതെല്ലാം മറന്നു, നമ്മളൊക്കെ നിങ്ങൾ മറന്നു. എനിക്കറിയായിട്ടല്ല, നമ്മളൊക്കെ ഒഴിവാക്കി, പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളൊപ്പ നിങ്ങളെ തീറ്റിപ്പോറ്റി ഈ ഒരു നിലക്ക് എത്തിക്കണത് ഞാൻ കൊടുത്തിട്ടാണ്, എൻ്റെ പൈസ കൊണ്ടാണ് അവൻ ജീവിച്ചത്. അല്ലാതെ നിങ്ങൾ വേറെ എടുക്കും പോയല്ലോ. ഇപ്പോഴല്ലേ നമ്മളെ പറ്റാതായത് നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾക്ക് പറ്റണില്ല, അതെനിക്കറിയാം. ആയിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾ നമ്മളെ മുമ്പ് തന്നെ വരും. എന്തിനാണ് ഓൻ കഷ്ടപ്പെട്ട് അവിടേക്ക് പണിക്ക് പോകുന്നത്? ഓനെ കരിങ്കല്ലിൻ്റെ പണിയാണ്, അതെനിക്ക് നന്നായി അറിയാം. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നോടൊരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാപ്പാക്ക് അതാണ് പണി എന്നുള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ എൻ്റെ മേസ്തിരിയാക്കി ഓനെ നിർത്തിക്കോളാം. ഓന് പണിക്ക് വരണമെന്നില്ല, പണിക്കാരെ നോക്കിയെടുത്തിയാൽ മതി. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ വഴിക്കൊക്കെ ഒന്ന് വരണത്. അതെ, ഓനെ ഞാൻ ഒരിക്കലും പണി എടുപ്പിക്കണില്ല, ഓനെ പണിക്കാരെ നോക്കി നടത്തുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് മാത്രം. അതിനുള്ള ശമ്പളം എനിക്ക് ഞാൻ കൊടുക്കും. എന്തേ? അതിനു വേണ്ടി പറയാനാണ് ഞാൻ വന്നത്. ഹാജിയരെ, അത് നിങ്ങൾ ഇപ്പാനോട് വേണമെങ്കിൽ പറഞ്ഞോളേ, പക്ഷേ ഞാൻ ഇപ്പോൾ പോട്ടെ. പൊന്നു മോളെ, ഇതിൽ കയറിക്കോ. നുസൈബ അത് കാര്യമാക്കാതെ അതാ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. പിന്നാലെ അതാ ഹാജിയരുടെ വണ്ടിയും. എന്താ അത്ര ധൃതി പിടിച്ച് പോകുന്നത്? ഞാൻ എന്താ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? അതുകൊണ്ടാണ് നിങ്ങൾ കയറാത്തത്? ഹാജിയരെ പ്ലീസ്, എൻ്റെ ബസ് വരാൻ സമയമായി. ഞാൻ പറഞ്ഞല്ലോ കുട്ടിയെ, ഇതിൽ കയറിക്കോ, ഞാൻ കൊണ്ടുവിട്ട് തരാമെന്ന്. എന്നാൽ നുസൈബ അത് വെക്കാതെ വേഗം റോഡിൻ്റെ മറുഭാഗത്തു കൂടെ നടക്കുകയായിരുന്നു. പിന്നാലെ അയാൾ വാഹനം കൊണ്ടും. സത്യം പറഞ്ഞാൽ നുസൈബ ശരിക്കും പേടിച്ചു പോയി. പഠിച്ചോനെ, എൻ്റെ ഒപ്പം ഒരു കാലത്ത് അവിടെ പണിയെടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയാളെ വാഹനത്തിൽ കയറണമെന്നുണ്ടോ? അതോ ഇനിയിപ്പോൾ കല്യാണക്കാരിയുമായി വന്നിരുന്നല്ലോ, അതിന് മറുപടി ഒന്നും കൊടുക്കായിട്ടാണോ? എന്താ അറിയില്ല. പഠിച്ച റബ്ബേ കാക്കണേ. നുസൈബ ഓടിക്കിതച്ച് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. അവൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. അതാ ആ വണ്ടി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. വീണ്ടും അയാൾ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കുട്ടിയെ, നമ്മൾ പറഞ്ഞത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിക്കണോ? നമ്മളെ പെരീക്ക് ബീവിയായിട്ട് കടന്നു വരുന്ന പെൺകുട്ടിയാണ് ഈ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പിന്നാലെ വന്നത്. അത് കേട്ടപ്പോൾ നുസൈബ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അപ്പോൾ ഇവരതിനെക്കുറിച്ചൊന്നും വിട്ടിട്ടില്ലേ? അത് പറ്റില്ല എന്ന് ഉപ്പ പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ? ഒരിക്കൽ കൂടി പറയാണ്, ഈ ഇതിൽ കയറിക്കോ, ഞാൻ കുട്ടിൻ്റെ ക്ലാസ് വരെ കൊണ്ടാക്കി തരാം.
വേണ്ട അജയരെ, ദാ ബസ് ഇപ്പോൾ വരും, നിങ്ങൾ പോയിക്കോളി. നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? നിങ്ങളെ ബുദ്ധിമുട്ട് മാറ്റണം, അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെ വീട്ടുകാരെ ബുദ്ധിമുട്ട്. എൻ്റെ താഴെ ഉണ്ടല്ലോ എനിക്ക് വളർന്നു വരുന്ന 2 അനിയത്തിമാർ. എന്താ എൻ്റെ ഉപ്പ അതൊന്നും മനസ്സിലാക്കണില്ല. എൻ്റെ ഉപ്പനെ ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അതുമല്ല, പണിക്ക് വേണ്ടിയിട്ടെന്നല്ല, മേസ്തിരിയായിട്ട്. അത് ഉപ്പാനോട് പറഞ്ഞു കൊടുത്തോണ്ടി ഉപ്പ അത് ഒഴിവാക്കണ്ട എന്നുള്ളത്, നമ്മളെ ജീവിതം രക്ഷപ്പെടുന്നുള്ളത്. ഉപ്പാക്ക് ഒന്നും കണ്ണ് പിടിക്കൂലേക്കാരം. ഇനി പിടിക്കൊന്നുമില്ല, കാരണം കുറേ കാലം അവിടുത്തോണ്ടല്ലേ കഴിഞ്ഞത്. അതെ, ഇതൊക്കെ നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞോ കേട്ടോ. എനിക്ക് പേടിയാണ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്താ മോളെ, എനിക്ക് പറഞ്ഞൂടെ? എൻ്റെ ബാപ്പല്ലേ ഓന്. എന്താ ലത്തീഫിനോട് എനിക്ക് പറയാൻ മടിയാണോ? എന്തിനു മടി? പറഞ്ഞോണ്ടി ധൈര്യമായിട്ട്. നാളെ മുതൽ തന്നെ ഓനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ടി. അത് ഉപ്പാനോട് പറഞ്ഞോളിന്ന് പറഞ്ഞില്ലേ? ദാ ബസ് വരുന്നു. അപ്പോഴേക്കും അതാ ബസ് വരുന്നു. നുസൈബ അതാ ബസ്സിൽ കയറുന്നത് അയാൾ നോക്കി നിന്നു. കുട്ടി പെട്ടെന്ന് വഴങ്ങുന്ന സൈസല്ല. നിരാശയോടെ അയാൾ അന്ന് മടങ്ങുകയായിരുന്നു. നുസൈബ ബസ്സിൽ കയറിയപ്പോൾ വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ സ്കൂളിൽ പോകുന്ന ആ ടൈം അയാൾ കണ്ടുപിടിച്ചു. ഇനി നാളെ വരുമാവോ? എനിക്ക് പേടി വന്നു. എൻ്റെ കൈകാലുകൾ തളരുന്നു. എനിക്കൊരിക്കലും ഇഷ്ടമല്ല അയാളുടെ വീട്ടിലേക്ക് പോവാൻ. എനിക്ക് താല്പര്യമേ അല്ല ഒരിക്കലും അയാളുടെ വീട്ടിൽ പോയി ജീവിക്കാൻ. എത്രയോ സ്വത്തും മുതലും സമ്പത്തും ഉണ്ടായിട്ടെന്താ? ഹേയ്, എനിക്ക് തീരെ ഇഷ്ടമല്ല. എൻ്റെ ഉപ്പയെ വരെ വെറുപ്പിച്ച ആളാണ്. കല്യാണം നടക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ ഉപ്പയെ അവിടുത്തെ പണിയിൽ നിന്ന് ഒഴിവാക്കിയതായിരിക്കും. ഇല്ല, ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തതിനൊന്നും ഞാൻ നിൽക്കൂല ഒരിക്കലും. എനിക്കതിന് താല്പര്യമേ ഇല്ല. എനിക്ക് പേടിയാണ് അയാളെ കാണുന്നത് തന്നെ. നുസൈബ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് നുസൈബയുടെ ഒരു ഫ്രണ്ട്, എന്താ നുസൈബ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? മറ്റേത് നീ എന്നെയൊക്കെ കണ്ടാൽ. അതെടി, ഞാൻ എന്തൊക്കെയാണ് ആലോചിച്ച് പോയി നുസൈബ. ഇന്ന് മിസ്സ് പഠിച്ചു വരാൻ പറഞ്ഞതൊക്കെ പഠിച്ചോ? കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്, ബാക്കി ഇനി അവിടെ എത്തിയിട്ട്. അതേടി, ഞാനും പഠിച്ചിട്ടില്ല. എനിക്ക് എത്ര കാര്യം മനസ്സിലാണല്ലോ. നീ ഇതിൻ്റെ ആൻസറൊന്നും എനിക്ക് പറഞ്ഞു തരുമോ? എടി, ഞാൻ ക്ലാസ്സിലെത്തിയിട്ട് പറഞ്ഞു തരട്ടെ. ഇവിടെ നിന്നാകുമ്പോഴേ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും എന്നൊരു തോന്നൽ. ആയിക്കോട്ടെ, എന്നാൽ ശരി. നുസൈബ അതാ ബസ് ഇറങ്ങുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി വെറും 5 മിനിറ്റ് മാത്രമാണ് അതാ കോളേജിൻ്റെ മുമ്പിലേക്കുള്ളത്. നുസൈബക്ക് എന്തൊക്കെയൊരു ചമ്മൽ, വല്ലാത്തൊരു മടി. അതെ, ഷമ്മാസിനെ കാണുന്നത് വിചാരിച്ചിട്ട് നുസൈബയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സ്വപ്നങ്ങൾ പൂവിടുന്ന പോലെ, എന്തൊക്കെയോ ഒരു നാണം അവൾക്ക്. സത്യമായിട്ടും അയ്യേ, എനിക്ക് മടിയാകുന്നു. ബസ് ഇറങ്ങുമ്പോൾ ഷമ്മാസ് അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? ഹേയ്, അത് എനിക്കാകെ നാണമാവുന്നു. പഠിച്ചവനെ, ഞാനാണെങ്കിൽ പറയാനാണെങ്കിൽ പറഞ്ഞു ചെയ്തു. അതെ, മറുപടി കൊടുത്തു. ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കാനും വയ്യ. എനിക്കാകെ ചമ്മലാകുന്നു. ശരിക്കും അവൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതാണെങ്കിൽ നേരെ കോളേജിൻ്റെ മുമ്പിൽ തന്നെ, കോളേജിൻ്റെ ഗേറ്റിലേക്ക് കടക്കുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും നേരെ ഫ്രണ്ടിൽ തന്നെ, റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു വ്യൂ കിട്ടും. എന്ത് ചെയ്യും? നുസൈബ അതാ അവളുടെ ഹിജാബെല്ലാം ഒന്നുകൂടി ശരിയാക്കി എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തി. 2 മിനിറ്റ് അവൾ സീറ്റിൽ നിന്ന് എണീറ്റു. അതാ കോളേജിൻ്റെ മുമ്പിലുള്ള മൊബൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ബസ് പതുക്കെ നീങ്ങുന്നു. അവിടെ എത്തിയാൽ പിന്നെ ബസ്സൊക്കെ കാലിയായി. അതെ, ഒരുപാട് കുട്ടികളെ അവിടെ ഇറങ്ങും. ഐഷാസ് മൊബൈൽസിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അതാ ബസ് നിർത്തുന്നു. നുസൈബയ്ക്ക് തല ഉയർത്താനേ കഴിഞ്ഞില്ല. ഓരോരുത്തരായി അതാ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. നടുവിലായിക്കൊണ്ട് അതാ നുസൈബ ആ ബസ്സിൻ്റെ സ്റ്റെപ്പുകൾ മെല്ലെ ഇറങ്ങുന്നു. ഷമ്മാസ് അതാ അവിടെയുണ്ട്. ശരിക്കും അത് നോക്കാതെ തന്നെ അവൾക്കത് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ട ഷമ്മാസ് അവളുടെ സുറുമ എഴുതിയ മനോഹരമായ ആ ഒരു മിഴികളിലേക്ക് അതാ ഷമ്മാസ് നോക്കുന്നു. ആ ഹിജാബി തന്നെ ഒന്ന് നോക്കുമോ? ഓനാ ഹിജാബിയെ കിനാവ് കണ്ട്. നുസൈബ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു നിമിഷം അതാ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് അറിയാതെ അങ്ങ് അവൾ നോക്കിപ്പോയി. ഷമ്മാസിന് സന്തോഷമായി. പഠിച്ചോനെ,
എന്നെ അവൾ നോക്കൂലെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അവളുടെ ആ മനോഹരമായ ആ സുർമ എഴുതിയ മിഴികൾ അതാ എൻ്റെ നേർക്ക് അവൾ എന്നെ നോക്കിയിരിക്കുന്നു. ഷമ്മാസിന് വളരെ സന്തോഷമായി, ഹാപ്പിയായി. അപ്പോഴേക്കും ഷിഫ അതാ അവിടെ നിന്ന് ഓടി വരുന്നു. നുസൈബ ഡീ എന്ന് പറഞ്ഞ് അവളുടെ അടുക്കിലേക്ക്. എന്താടേ? അതേ കണ്ടോ നീയെ, നിന്നെ ആരും നോക്കുന്നതെന്ന്? ഞാൻ കണ്ടു പെണ്ണേ, ഇനി ഇന്ന് നോക്കിക്കല്ലേ, മോശമാണത്. അല്ലടി ഒന്നും കൂടി തിരിഞ്ഞു നോക്ക്. നിന്നെ അത്രക്കും പ്രതീക്ഷയോടാണല്ലോ ഓൻ നോക്കി നിൽക്കുന്നത്. അത് ഓനക്ക് നിന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമുണ്ട് കേട്ടോ. നുസൈബ ദേ നിന്നെ അവനെ വിളിക്കുന്നടി. ഷമ്മാസ് നോക്ക്, തിരിഞ്ഞു നോക്ക്. നീ വെറുതെ പറയല്ലടി. അല്ല സത്യമായിട്ടും ഒന്ന് നോക്കടി. നുസൈബാദ തിരിഞ്ഞു നോക്കുന്നു. ഷമ്മാസ് തന്നെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നുസൈബക്ക് ഷമ്മാസിൻ്റെ നോട്ടം കണ്ടപ്പോൾ ശരിക്കും നാണം തോന്നി. സുബഹിന്റെ പുലരൊളി നീളെ സുവർഗം നീ കാട്ടുമ്പോൾ കരിമിഴിയിൽ സുറുമ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും എടേ ഷിഫ, നീ വെറുതെ പറഞ്ഞതല്ലേ വിളിക്കാന്ന്. ഞാൻ തിരിഞ്ഞു നോക്കരുത് എന്ന് കരുതിയിട്ടാണ് നേരെ പോകുന്നത്. അപ്പോഴേക്കും നീ എന്നെ അതിനെന്താടേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴല്ലേ അവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഷിഫ പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. എന്നാലും അങ്ങനെയല്ലല്ലടി, നിന്നെ അവൻ അത്രക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത്. എന്നിട്ട് നീ അവനൊരു മൈൻഡ് ചെയ്യാതെ പോരാൻ പാടുണ്ടോ? എടി എങ്ങനെ മൈൻഡ്? ഹേയ് അങ്ങനെയൊന്നും പാടില്ലടി സത്യമായിട്ടും. നീ എപ്പോഴും ഇങ്ങനെ അതും വിചാരിച്ചു നിന്നോ? അതേ, നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ജീവിതം നിനക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലല്ലോ. ഇല്ലടി സത്യമായിട്ടും എനിക്ക് ഒരു ആണിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ളൊരു നോട്ടം എനിക്ക് പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഞാനത് അനുഭവിക്കുന്നത്. എടി ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് അവൻ നിന്നെ ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. വെറുതെ ഇങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നല്ല. അങ്ങനെയാണെങ്കിൽ അവനെ ചെയ്യൂല. അവനക്കൊരു മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് അവൻ ചിന്തിക്കുന്നത്, അല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കാനല്ല. നുസൈബയും ഷിഫയും സംസാരിച്ചുകൊണ്ട് അത് ആ ക്ലാസ് റൂമിലേക്ക് എത്തുന്നു. അത് കൺമറിയുവോളം ഷമ്മാസ് നോക്കി നിൽക്കുന്നുമുണ്ട്. ആ ദിവസം സന്തോഷത്തോടെ അതാ ഷമ്മാസ് അവൻ്റെ സീറ്റിൽ വന്നിരുന്നു. ആ ഒരു ചെയറിൽ വെറുതെ ഒന്ന് കറങ്ങി. മുതലാളി നല്ല ഹാപ്പിയാണല്ലേ? അപ്പോഴേക്കും സ്റ്റാഫ് കളിയാക്കാൻ തുടങ്ങി. ഹെടാ, ഹാപ്പി ആകുമ്പോൾ നമ്മൾ ഹാപ്പി തന്നെയാണ്. അപ്പോൾ പിന്നെ മുതലാളി ഹാപ്പിയാണ്, അപ്പോൾ നമുക്കിന്ന് ഫുഡ് സ്പെഷ്യലായിരിക്കും. അതിനെന്താടാ, നിങ്ങൾക്കെന്താ, ഞാൻ പറയാറില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനേ ആവണ്ട. നിങ്ങൾ നമ്മളെ കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാതെ പിന്നെ എന്താ. നമ്മുടെ ഷോപ്പിലുള്ള സ്റ്റാഫും ഹാപ്പിയാണ്, അതുപോലെ തന്നെ കസ്റ്റമറും ഹാപ്പിയാണ്. അതാണ് നമ്മളുടെ ആവശ്യം. ഒരുപാട് നമ്മൾ അവരോട് ഇങ്ങനെ പിടിച്ച് പറിച്ച് വാങ്ങാമെന്നല്ല, നമുക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. എപ്പോഴും ഓരോരുത്തർക്ക് ആവശ്യം എന്താ, ഒരു ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ പേരിലൊക്കെ ഒരു ഫോൺ ഇല്ലാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ, നന്നാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ക്യാഷ് ഇല്ലാത്ത അവസ്ഥ, ആ ഒരു വിഷമഘട്ടത്തിലൊക്കെ നമ്മളവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് പഠിച്ചവൻ അതിൻ്റേതായിട്ടുള്ള ബർക്കത്ത് തരിക. അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് മാക്സിമം അവരോടത്തുനിന്ന് ഇങ്ങനെ ലാഭം കൊയ്യാൻ നിന്നാൽ നമ്മളെ പഠിച്ചോ ഹെൽപ്പ് ചെയ്യൂല. നമ്മൾ മാക്സിമം എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം, ഏതൊരു കാര്യത്തിലാണെങ്കിലും. അതാണ് വേണ്ടത്. ഞങ്ങളെ മുതലാളി ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അല്ല മുതലാളി, മറ്റേ ഷോപ്പ് അത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? അതിൻ്റെ പേര്, ഈ ഷോപ്പിൻ്റെ പേര് ഇപ്പം എന്താ, ഐഷാസ് അല്ലേ, എൻ്റെ ഉമ്മയുടെ പേരല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പിൻ്റെ പേര് എന്തിടണം നിങ്ങൾക്കും തീരുമാനിക്കാം. നിങ്ങൾക്കൊരു ഓപ്ഷൻ നൽകുന്നുണ്ട്. നമ്മുടെ പുതിയ മൊബൈൽ ഷോപ്പിൻ്റെ പേര് എന്തിടണം? ഇൻഷാ അല്ലാ അത് പെട്ടെന്ന് സെറ്റാക്കണം. ഉദ്ഘാടനത്തിന് ഉമ്മയെ ക്ഷണിക്കണം, അതൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സ്റ്റാഫ് അങ്ങോട്ട് പോകേണ്ടി വരും കേട്ടോ നിങ്ങളൊക്കെ. മുതലാളി പ്ലീസ്, നിങ്ങളുള്ള ഷോപ്പ് ഏതാണ് അവിടെയാണ് ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യം. അങ്ങനെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് നല്ല കിട്ടലിട്ടുക. അതിനെന്താ, ഞാനിവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാവും, സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് സൗദിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ നിങ്ങളൊക്കെ തന്നെയല്ലേ ഈ ഷോപ്പ് മാനേജ് ചെയ്യേണ്ടത്, നിങ്ങളൊക്കെ ഏൽപ്പിച്ച് ഞാൻ പോവല്ലേ. ഓ നിങ്ങളിപ്പോൾ തന്നെ പോവാണോ, കുറച്ചുകൂടെ ഞങ്ങളെടുത്ത് നിൽക്കി. അതല്ല മറ്റേ ഷോപ്പിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഇനിയിപ്പോൾ ഇവിടെ മാത്രം ഇരിക്കാൻ പറ്റൂലല്ലോ. എന്താ ഷമ്മാസ്ക, അത് നിങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു റാഹത്താണ്. എന്താ അറിയില്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ആഹാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെയൊക്കെ തന്നെ ഞാൻ നിൽക്കാം. പിന്നെ സൗദിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, അവിടെ ബിസിനസ് ചെറുതായിട്ടൊന്ന് തുടങ്ങാനൊരു താല്പര്യം. അപ്പോൾ എന്താ മൊബൈൽ ഷോപ്പ് തന്നെയാണോ? മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കി വന്നിട്ടൊന്ന് സെറ്റായി വന്നിട്ട് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, കുറവുള്ളവർക്ക് വേണമെങ്കിൽ ഗൾഫിലേക്ക് ഞാൻ വിടാം. എന്താ, സ്റ്റാഫ് നമ്മളുടെ ഏറ്റവും വിശ്വസ്തരായതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ സാലറിയൊക്കെ ഇരട്ടിയാവൂലേ? അതുണ്ടാവും. ഗൾഫിലാകുമ്പോൾ പിന്നെ അതിൻ്റേതായ രീതിയിൽ സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ. അതിലൊരു സ്റ്റാഫ് ചോദിച്ചു, അല്ല ബോസേ, ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ അന്നാണോ ഷോപ്പ് ഉദ്ഘാടനം? അത് എടാ, അതൊന്നും പറയാനായിട്ടില്ല. നമുക്ക് പഠിച്ചോൻ വിധിച്ചെങ്കിലല്ലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ പഠിച്ചോൻ തരികയാണെങ്കിൽ നമുക്ക് കൈകൾ നീട്ടി സ്വീകരിക്കണം. പക്ഷേ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും, ചില സമയത്ത് പഠിച്ച റബ്ബ് നമുക്ക് തരില്ലത്, അങ്ങനെ ഉണ്ടാകും എന്ന് കരുതി നമ്മൾ ഒരുപാട് ടെൻഷനായി വിഷമിച്ച് അങ്ങനെയൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാണെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. അവിടെയാണ് നമുക്കുള്ള വിജയം. അതെ, എന്തൊക്കെ തന്നെ പ്രയാസം വിഷമങ്ങളും എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചവരായി. അല്ലാതെ നമുക്ക് ആഗ്രഹിച്ചത് കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മൾ തോറ്റവരാണ്. എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, ഹയറായി നല്ല രീതിയിൽ വിവാഹമൊക്കെ നടക്കാൻ വേണ്ടി. എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ, ആഗ്രഹിച്ച പെണ്ണുമാണ്. അപ്പോൾ ഇനി പഠിച്ചവൻ്റെ അടുത്താണ് കാര്യങ്ങളെല്ലാം. എവിടേക്കേ കിടക്കുകയാണ്, ഒന്നും എൻ്റെ കൈകളിലല്ല, പഠിച്ചവൻ്റെ അടുത്താണ്. അതുമല്ല, പിന്നെ എൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ സമ്മതം, ആ കുട്ടിയുടെ വീട്ടുകാരുടെ കാര്യം സമ്മതം എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞ് സെറ്റാക്കി ഉറപ്പായിട്ട് മാത്രമേ നമുക്ക് വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മളുടെ സ്വന്തമായെന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റൂല. സത്യമായിട്ടും ഷമ്മാസ്ക, നിങ്ങൾ ഇത്രയധികം ആഗ്രഹിച്ചല്ലേ, നിങ്ങൾക്ക് അതിനെ കിട്ടട്ടെ. അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ടെൻഷനാവൂലേ. മക്കളെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായാലും പഠിച്ച റബ്ബ് നമുക്ക് എല്ലാം അനുകൂലമാക്കി തരട്ടെ ഇൻഷാ അല്ലാ. ഷമ്മാസ്ക, പിന്നെ നിങ്ങളുടെ ഷോപ്പിൻ്റെ പുതിയ പേര് എന്താ? ഐഷാസ് മൊബൈൽസ് തന്നെയാണോ? ഉമ്മയുടെ പേരിൽ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, മാഷാ അല്ലാ, വളരെയധികം റാഹത്തായിട്ട് തന്നെ ഈ ഒരു ഷോപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ഷോപ്പിൻ്റെ പേര് അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കും തീരുമാനിക്കാം ഇൻഷാ അല്ലാ. നമ്മുടെ ഷമ്മാസ് മോൻ്റെ അടുത്ത മൊബൈൽ ഷോപ്പിൻ്റെ പേര് എന്തായിരിക്കും എന്ന് ഷമ്മാസിനെയും നുസൈബിയെയും ഇഷ്ടമുള്ളവർ പറയണം. എന്താണ് ഇടേണ്ടത്? അടുത്ത മൊബൈൽ ഷോപ്പിൻ്റെ പേര് എന്താണ്? ഒന്നിനിട്ടല്ലോ ഉമ്മയുടെ പേര് ഐഷാസ് മൊബൈൽസ്, ഇനി രണ്ടാമത്തെ മൊബൈൽ ഷോപ്പിന് എന്ത് പേരിടണം? എല്ലാവരും കമൻറ്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. അതും അറിയാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും കഥ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവരുടെ സ്വപ്നങ്ങളൊക്കെ വിജയിക്കണം. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരുടെ തടസ്സങ്ങളും എല്ലാം നീങ്ങണം. എല്ലാം നീങ്ങിയിട്ട് അവർ നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. അപ്പം മറക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് എന്താണ് മൊബൈൽ ഷോപ്പിന് ഇടേണ്ടതെന്നുള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ നമ്മുടെ വീഡിയോകളിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഇൻഷാ അല്ലാ കഴിയുന്നത്ര തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അറിയാതൊക്കെ പെട്ടെന്ന്, നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റില്ല, സ്വാഭാവികമല്ലേ. അങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പൊറുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ജുമാ മുബാറക്ക്. നമ്മുടെ മനസ്സിനുള്ളിലെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പഠിച്ച റബ്ബ്
പൂർത്തീകരിച്ച് തരട്ടെ. അതുപോലെ തന്നെ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും പടച്ചോൻ സാധിപ്പിച്ച് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.